വിൻഷേട്ടനോട് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതേ 10 മുട്ട വാങ്ങിക്കൊടുന്നുണ്ടായിരുന്നു. 10 മുട്ടയിൽ 5 മുട്ടയും പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പൊട്ടിയിട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അതുകൊണ്ട് ഒന്നെങ്കിൽ കുത്തിപ്പൊരി ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കായിട്ട് ചെയ്യുക. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പണി ഇത് മൊത്തം കഴുകി എടുത്ത് മാറ്റലാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് 5 മുട്ടയായിട്ട് പൊട്ടാത്തത്, ബാക്കി 5 മുട്ടയും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല മുട്ടകളൊക്കെ അതേ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേജു അതെ വിൻഷേട്ടനും അത് എത്ര എണ്ണം പൊട്ടിയിട്ട് നോക്കാനാണ് ഈ വന്ന് നിൽക്കണത്. അപ്പോൾ തേജുവിന് 2 എണ്ണം പുഴുങ്ങി തരുമോ എന്നൊക്കെയായിട്ട് എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കണത്. എന്തായാലും ഇന്നത്തെ മുട്ടക്കറി വേറൊരു ടൈപ്പിലാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സബോളയും പച്ചമുളകും വെളുത്തുള്ളി അതൊക്കെ ഇതേ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ, ഉപ്പിട്ടിട്ട്. ഇനി അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം എപ്പോഴും നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കണ പോലെ തന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി നന്നായി വഴറ്റിയിട്ട് ആ തക്കാളിയുടെ പച്ചച്ചോയ വിട്ട് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാലയുടെ പൊടി ഒക്കെ അതേ പാകത്തിന് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊടികളുടെ പച്ചച്ചോയൊക്കെ വിട്ടതിന് ശേഷം ഒരു തരിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കുറുക്കി എടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മുട്ട മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി മുട്ട ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. മൊത്തം ഒഴിച്ചാൽ കട്ടായിട്ട് പോകുകൊണ്ട് ഞാൻ കുറച്ച് മുട്ട ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതേ നന്നായി ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വയറ്റി കുറുക്കിയെടുക്കും കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചപ്പാത്തിയും കൂടി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൂല്ലേ വെള്ളത്തോടക്കനല്ലേ വെച്ചേക്കണ്, നല്ല ഒരു ഗ്രേവി ടൈപ്പിൽ ഇങ്ങനെ കൊഴുന്നനെ ആട്ടോ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെക്കാൻ ഭയങ്കര സിമ്പിളാണ്, പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം അങ്ങനെ കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇങ്ങനെ ഇത്ര വേഗം നിറച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കണത്. സംഭവം ചൂടുകുരു പൊന്തിയിട്ട് എന്തോ പൗഡറോ എന്തോ മരുന്നോ തേച്ചേക്കാണ് കേട്ടോ. ഒരുമാതിരി നേരെ പിടിച്ചവരുടെ പോലെ നേരെ വന്നവരുടെ പോലെയായിരുന്നു കേട്ടോ നടക്കണ്. തേജുവിന് അതായിട്ട് ആദ്യം ഇത് കണ്ടപ്പോൾ ചിരി വന്നു. പിന്നെ നമ്മളിത് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തെ ചപ്പാത്തിയും നമ്മൾ ആ മുട്ടക്കറി ഉണ്ടാക്കിയില്ലേ അതും കൂടിയിട്ടാണ് കഴിക്കണത്. അപ്പോൾ അങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വെക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ വിൻഷേട്ടൻ്റെ ഓരോ ടൈപ്പ് റെസിപ്പീസാണ് കേട്ടോ. വിൻഷേട്ടൻ മുട്ടക്കറികൾ ഉണ്ടാക്കാൻ മിടുക്കനാണല്ലോ. മുട്ടക്കറികൾ ഏത് ടൈപ്പിൽ വേണമെങ്കിലും വിൻഷേട്ടൻ ഉണ്ടാക്കി നോക്കും. അതെങ്ങനെയൊക്കെ വെച്ച് കൊടുത്താലും വിൻഷേട്ടൻ കഴിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു ഏക ആശ്വാസം. കൊളായാൽ പോലും വിൻഷേട്ടൻ ഞങ്ങൾ കഴിച്ചോളൂ കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് മറ്റേ പാത്രത്തിലുണ്ടല്ലോ അത് മൊത്തം കൈയിട്ട് വാരി കഴിക്കുകയായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ പാത്രം വിൻഷേട്ടൻ കഴുകി തരും കേട്ടോ. അത് വലിയൊരു ഉപയോഗമാണ്. വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി തരും. പിന്നെ ഞാൻ അവിടെ തുടച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതേ ഇങ്ങനെ TV കണ്ടിട്ട് നമ്മുടെ പേരക്കില്ലേ അതിങ്ങനെ കഴിക്കണ്ടേ വെച്ചിട്ടായിട്ട് ഇരിക്കണത്. ഏജാണെങ്കിൽ മോള് കയറിയിട്ട് ഇത് ഏതോ ഒരു കളിപ്പാട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതും വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള നല്ല ഡാൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ അവനെ കളിയാക്കട്ടെ അതിൻ്റെ പോലുണ്ട് നിന്നെ കാണാമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഉമ്മർത്ത് പോയിരുന്നു കേട്ടോ. സംഭവം 9:30-10 മണിക്ക് ആയിട്ട് രാത്രി. പക്ഷെ ഇന്ന് നമ്മുടെ അവിടുത്തെ കറുവത്തൂര് നേർച്ചയാണ് കേട്ടോ, പള്ളിയത്തെ. അതുകൊണ്ട് നേർച്ച കാണാൻ പോണവരും കണ്ടു കഴിഞ്ഞ് വരണവരൊക്കെ നമ്മുടെ പടിക്ക് കൂടിയായിട്ട് പോണത്. കാരണം ഷോർട്ട് കട്ടാണല്ലോ നമ്മുടെ വഴി. അപ്പം നമ്മൾ അതും നോക്കിയിരിക്കട്ടെ ചെയ്യണത്. പിന്നെ ഇതേ പേരക്കിരുന്ന് കഴിക്കണുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയോ എത്ര ഉള്ളൂ. നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.